എൻ്റെ ആമി പൊന്നപ്പം കുറേ ദിവസം കൊണ്ട് പറയണം അമ്മ എനിക്കൊരു സ്റ്റഡി ടേബിൾ വേണമെന്ന്. ലാസ്റ്റ് ഒരു സ്റ്റഡി ടേബിൾ വാങ്ങി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. സ്റ്റഡി ടേബിൾ ബുക്ക് ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്നു, പൊട്ടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് കിടന്ന് 50 രൂപ ക്യാഷ് ബാക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി. സംഭവം ഇതിനൊരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം എടുത്തിട്ട് ഇത് നൂത്ത് വെച്ച് എഴുതാനായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കാല് രണ്ടും ഇങ്ങനെ രണ്ട് സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലോട്ടുള്ള കാല് നൂത്ത് വെച്ച് നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാല് പേന വെക്കാൻ പറ്റും, പേന മാത്രം പിടിച്ചു വെച്ച് എഴുതാൻ പറ്റും. ഇടത്തെ കൈ അതിൻ്റെ പുറത്ത് വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോ, ഇപ്പോൾ പൊന്നപ്പം കാണിക്കുന്നത് കണ്ടോ, അതിങ്ങനെ എടുത്ത് വെച്ചു. ആഹാ എന്തു സുഖം, ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് ഉറങ്ങാം എന്നൊരു ഭാവമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സാധനം വെച്ച് അങ്ങനെ നമുക്ക് വലുതായിട്ട് പ്രഷർ കൊടുത്ത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു സ്റ്റഡി ടേബിൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയത്. ഇങ്ങനൊരു സാധനം കുറേ നാൾ കൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. സ്റ്റഡി ടേബിൾ ഇപ്പം നമ്മൾ ഫ്ലവർ ടേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മീഷോയിൽ നിന്ന് ആരെങ്കിലും ഇത് വാങ്ങാൻ വേണ്ടി റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്.